നേതൃത്വത്തോട് ഇടഞ്ഞ് സിപിഐഎമ്മിൽ നിന്ന് പുറത്തായവർ പാർട്ടി കോട്ടകളെ വിറപ്പിച്ചു. സിപിഐഎമ്മിന്റെ ഉറച്ച കേന്ദ്രങ്ങളായ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ ടി.കെ. ഗോവിന്ദനും വിജയം. സിപിഐഎമ്മിന്റെ സകല തന്ത്രങ്ങളും മറികടന്നാണ് അമ്പലപ്പുഴയിൽ ജി സുധാകരന്റെ ജയം. അമ്പലപ്പുഴയിൽ ജി സുധാകരന്റെ തോൽവി ഉറപ്പാക്കണമെന്ന് സിപിഐഎം നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. അരയും തലയും മുറുക്കി ഇറങ്ങിയിട്ടും സുധാകരന്റെ മുന്നിൽ എച്ച് സലാമിന് പിടിച്ചു നിൽക്കാനായില്ല. 10,000-ലേറെ വോട്ടിന്റെ തിളക്കമേറിയ ജയം. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കുട്ടികളാണെന്ന് കരുതി ഒരു വിഭാഗം ജനങ്ങളെ അടിച്ചമർത്തുകയും ചെറിയൊരു ഭാഗം ആളുകളെ മാത്രം ചുറ്റും നിർത്തി പ്രോത്സാഹിപ്പിക്കുകയും കുറേ പേരുടെ വകയാണ് ഭരണവും കരുതിയവർക്കുള്ള തിരിച്ചടിയാണ്. ജനാധിപത്യത്തിൽ വിശാല ബോധമാണ് ജനപിന്തുണയുടെ അടിസ്ഥാനം. ഇതുവരെ ചെങ്കുടി മാത്രം പറന്ന കണ്ണൂരിലെ പയ്യന്നൂരിൽ സിപിഐഎം അടിപതറി. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച് പാർട്ടിക്ക് പുറത്തായ മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന്റെ വിജയം സിപിഐഎമ്മിന് കനത്ത പ്രഹരമാണ്. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ സിപിഎമ്മിനെതിരെ അണികളിലുണ്ടാക്കിയത് കടുത്ത അതൃപ്തിയെന്ന് വ്യക്തമായി. ജയിക്കുന്നുള്ള ഒരു പ്രതീക്ഷയോടെയും മത്സരിച്ചതല്ല, ജയിക്കാൻ മത്സരിച്ചതുമല്ല, ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി, ഒരു സമരത്തിന്റെ ഭാഗമായി മത്സരിച്ചതാണ്. റിസൾട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമാണ് ജനങ്ങൾ സമ്മാനിച്ചത്. അതിന് പയ്യന്നൂർ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളോടുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ ഭാര്യ പി.കെ. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് മുൻ ജില്ലാ കമ്മിറ്റി അംഗം ടി.കെ. ഗോവിന്ദൻ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായത്. പാർട്ടി സംവിധാനങ്ങൾ ഒന്നിച്ചിറങ്ങിയിട്ടും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ സിറ്റിംഗ് മണ്ഡലം സംരക്ഷിക്കാനായില്ല. ഒരു ചരിത്ര വിജയമാണ്. ഒരു സംഘടനയിൽ ഉണ്ടാവേണ്ടുന്ന ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോരാട്ടം നടത്തിയിട്ടുള്ളത്. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചൊരു MLA ആണ്. അതിന് സർവ്വ പിന്തുണയും നൽകിയത് UDF ആണ്. അതുകൊണ്ട് തന്നെ UDFന്റെ ഭാഗമായിട്ടുള്ള ഒരു MLA ആയിരിക്കും. ഐഷ പോറ്റി, PV അൻവർ, A. സുരേഷ്, PK ശശി തുടങ്ങിയവർ വിജയിച്ചില്ലെങ്കിലും എതിരാളികളായ CPM സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം കുറച്ചു. എങ്കിലും CPM കോട്ടകളെ വിറപ്പിച്ച 3 നേതാക്കളുടെ വിജയം പാർട്ടി നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിക്കും. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.